സൂപ്പർ സൺഡേക്കായുള്ള കാത്തിരിപ്പിന് വിരാമം. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് KL രാഹുലിന്റെ LSG. പിന്നാലെ നടക്കാൻ പോകുന്നത് ഒരു യുദ്ധം തന്നെയാണ്. MI വേഴ്സസ് GT. ഇന്നലെ വരെ സ്വന്തമായി കണ്ടവർക്കെതിരെ പട നയിക്കാൻ ഇറങ്ങുകയാണ് ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് ഡെർബി ഇന്ന് എന്തായിരിക്കും കാണിക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പതിനായിരക്കണക്കിന് ആളുകൾ പതാകകളും പ്രതീക്ഷയുമായി നിൽക്കുന്ന നിമിഷങ്ങൾ, അങ്ങനെ വേണം പറയാനായിട്ട്. വെൽക്കം ടു കൂൾ മാച്ച് സെന്റർ ലൈവ്. ഞാൻ രേണു, എനിക്കൊപ്പമുണ്ട് മുൻ ഇന്ത്യ എ താരം VA ജഗദീഷ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഒരാളുണ്ട്, രാജസ്ഥാൻ റോയൽസിന്റെ ഡെവലപ്മെന്റ് ടീമില് കോച്ചിങ് സ്റ്റാഫിൽ ഉണ്ടായിരുന്ന റൈഫി ഗോമസ് ആണ്. വെൽക്കം ബോത്ത് ഓഫ് യു. ലക്ഷക്കണക്കിന് ആളുകൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഞാൻ VA ജഗദീഷിന്റെ അടുത്ത് ചോദിക്കുകയാണ്. 2012 മുതൽ മുംബൈയെ പിന്തുടരുന്ന ആ ഒരു ശാപത്തിൽ നിന്ന് അവർക്ക് മോക്ഷം കിട്ടുമോ, ജയിക്കുമോ? യെസ്, അതിനാണ് അവർ അവരുടെ മെയിൻ താരത്തെ അങ്ങോട്ട് വലിച്ചേക്കുന്നത്, ഹാർദിക് പാണ്ഡ്യ. ഒരുപക്ഷെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തത് മുംബൈ ഇന്ത്യൻസ് ആണ്. സാധാരണ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തുന്നത് അവരുടെ നായകനായിട്ടാണ്. അതായത് ഹാർദിക് ഡെർബി അവിടെ ഫോം ചെയ്തിരിക്കുകയാണ് അല്ലേ? ആ ഇമോഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം കഴിഞ്ഞ വർഷം വെയിറ്റ് ചെയ്ത് കാണേണ്ടത്. പക്ഷേ ആശിഷ് നെഹ്റ തന്നെ പറഞ്ഞു, ഹർദിക്കിനെ ഒരിക്കലും ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല. ഹർദിക് പാണ്ഡ്യയ്ക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഒരു മുംബൈ ഇന്ത്യൻസ് ഒരു കോള് വരുന്നു, തന്നെ താനാക്കിയ ഒരു ടീമാണ്. അത് വിളിക്കുമ്പം തിരിച്ചു പോകാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. തിരിച്ചു പോകാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരുപാട് ചർച്ചകൾ ആ ടീമുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടല്ലേ? ഒരു സംശയമില്ല. കാരണം നേരത്തെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അദ്ദേഹം മാറുന്നു, ഹാർദിക് പാണ്ഡ്യ വരുന്നു. അപ്പോൾ ആ ഒരു ഷൂസ് ഫില്ലിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. കാരണം രോഹിത് ശർമ്മ എന്ന് പറയുന്നത് വലിയൊരു ഇമോഷൻ തന്നെയാണ്. അത് മാത്രമല്ല രോഹിത് ശർമ്മ ഇവരെല്ലാവരും ഗൈഡ് ചെയ്തൊരു പ്ലെയറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാം പ്രൊഫഷണൽ പ്ലെയേഴ്സാണ്. അത് ഒരുമിച്ച് വന്ന് നന്നായിട്ട് ഫയർ തന്നെയാണ്. രോഹിത് ശർമ്മയെ കുറിച്ച് പറയുമ്പോൾ ഉറച്ച കാലുകളും കരുത്തുറ്റ കൈകളുമായിട്ട് ആര് പന്തുമായിട്ട് അപ്പുറത്ത് നിന്നിട്ടുണ്ടെങ്കിലും പേടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മുംബൈയുടെ സ്വന്തം ഹിറ്റ്മാൻ രോഹിത് ശർമ്മ. വളരെയധികം ഫ്രീ ആയിട്ടാണ് അദ്ദേഹം കളിക്കാൻ പോകുന്നത്. ക്യാപ്റ്റൻസി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല, അടുത്ത കാലങ്ങളിലായിട്ട് മികച്ച ഫോമിലൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് പ്രത്യേക കാരണം മുംബൈ ഇന്ത്യൻസിന്റെ ഒരു ടീം വെച്ച് നോക്കി. രോഹിത് ശർമ്മയെ പോലെ തന്നെ ഇന്ന് ചർച്ച ചെയ്യേണ്ട മറ്റൊരാളുണ്ട്. ഒരു യുവതാരം കൂടി ഇന്ന് ക്യാപ്റ്റന്റെ ക്യാപ്പ് അണിയുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫോറുകളുടെയും സിക്സറുകളുടെയും രാജകുമാരനാണ്, ശുഭ്മൻ ഗിൽ. ഇതെല്ലാം ആണെങ്കിലും ചെറിയൊരു ടെൻഷൻ ഇത്തവണയുണ്ട്. ഇതുവരെ പ്രതീക്ഷയുടെ സമ്മർദ്ദങ്ങളില്ലാതെ ഇഷ്ടം പോലെ കളിക്കാൻ പറ്റിയ കക്ഷിക്ക് പക്ഷെ വരുമ്പോൾ തന്നെ വലിയൊരു ദൗത്യം നിൽക്കുന്നത് ഷമി പുറത്തെ മലയാളിയായ സന്ദീപ് വാര്യർ അകത്ത് അല്ലേ റൈഫി? അയ്യോ, എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ്. കാരണം കേരളത്തിന് വേണ്ടി ഒരുപാട് കളിച്ച ബോളറാണ് സന്ദീപ് വാര്യർ. അതുകൂടാതെ തമിഴ്നാട് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അത് മിക്കവാറും ഇവിടെ വന്ന് കളിക്കാൻ പറ്റി അദ്ദേഹത്തിന് ആ ഒരു ഇമ്പാക്റ്റ് പ്രത്യേകിച്ച് ക്യാപ്റ്റന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് മാച്ചിൻ്റെ പെർഫോമൻസ് വെച്ചിട്ടാണ് പല യുവതാരങ്ങളും ആ ടീമിലേക്ക് വരുന്നത്. സന്ദീപ് വാര്യറും അത്തരത്തിലുള്ള ഒരു പ്ലെയറാണ്. തമിഴ്നാടിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഡൊമസ്റ്റിക് മാച്ചസ് കളിക്കുന്നത്. അതിലെ പെർഫോമൻസ് ആണ് ഒരു പക്ഷേ ഈ തലത്തിലോട്ട് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഗിൽ ഭാഗത്വമാണ് ഈ ഒരു സീസണിലുള്ളത്. ഗില്ലിന് വലിയൊരു ഭാഗ്യം കൂടിയുണ്ട്. മരണ ഓവറുകളിൽ ഒന്നാന്തര ഒരു ടീമാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അല്ലേ? അതെ, ഒരു സംശയമില്ല. എക്സെപ്ഷണൽ ആയിട്ട് ഫിനിഷ് ചെയ്യുന്ന ഇതാണ്. പ്രത്യേകിച്ച് അത് ഫാസ്റ്റ് ബോളിങ്ങിലും കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ആസ് എ ട്രാൻസിഷൻ ഗില്ല് മികച്ച ഒരു തുടക്കക്കാരനാണ്. വളരെ നല്ലൊരു സപ്പോർട്ടാണ് ബാറ്റിംഗ് കാണുന്നത്. ഡേവിഡ് സെവാദിയ, റാഷിദൊക്കെ ചേർന്നോടെ നിന്ന് കഴിയുമ്പോൾ ഉഗ്രനായിട്ടുള്ള ഒരു വഴിയിലാണ് അവിടെ. പിന്നെ സെറ്റ് ടീം തന്നെയാണ് രണ്ട്. പക്ഷേ അതില്ലാതെയും ആ ടീം നോക്കുമ്പോൾ കഴിഞ്ഞാൽ മിഡിൽ ഓർഡറൊക്കെ വന്നപ്പം ഡേവിഡ് മില്ലർ ഉൾപ്പെടെ, രാഹുൽ ത്രിപാഠി ഉൾപ്പെടെ, റാഷിദ് ഖാൻ ഉൾപ്പെടെയുള്ള മെയിൻ താരങ്ങൾ അവിടെ ഉണ്ട്. മോഹിത് ശർമ്മ ഇടുന്ന താരങ്ങൾ ആദ്യമുണ്ട്. അതുകൊണ്ട് സായി സുദർശനെ പോലുള്ള ഫസ്റ്റ് റേസിൽ കളിക്കാൻ പറ്റുന്ന താരങ്ങൾ ഉണ്ടായതുകൊണ്ട് ഗില്ലിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാൻ ആശിഷ് നെഹ്റയും എല്ലാവരും അവിടെയുണ്ട്. ഇനി നമ്മൾ പുതിയൊരു യുദ്ധത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ മൈ ഡ്രീം സർക്കിൾ നൽകുന്ന ജീത്തോ ധനാധനിലേക്ക് പോകാനുള്ള സമയമാണ്. സ്വർണം കിട്ടാനുള്ള അവസരം എല്ലാവർക്കും, പക്ഷെ അത് ജിയോ സിനിമയിൽ മാത്രം. ചില കളികളല്ല, അത് അഭിമാനത്തിനായുള്ള പോരാട്ടങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗദീഷ് എതിർക്കാൻ സാധിക്കുമോ? ഇന്ന് കട്ടയ്ക്ക് കടന്നത് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ദേവദത്ത് പടിക്കലിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്വിന്റൻ ഡീകോക്കിന്റെയും കൈൽ മേഴ്സിന്റെയും കൂടെ ഒരു പക്ഷേ ഓപ്പണിംഗിൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ? കഴിഞ്ഞ കുറച്ച് മാച്ചസ് ഉണ്ട് ഉപകാരമായിരിക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല.
ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ മധ്യനിരയിലേക്കാണ് എത്തുന്നത്. അവിടെ KL രാഹുലും സ്റ്റോയിനിസും പൂരനും ഒക്കെ ചേർന്നിട്ട് തകർത്ത് കളയാൻ പറ്റുന്ന, അതായത് ബ്ലഡ് തേഴ്സ്റ്റി എന്നൊക്കെ പറയുന്ന പോലത്തെ ആൾക്കാരല്ലേ അവിടെ നിൽക്കുന്നത്. തകർക്കുന്ന നിക്കോളാസ് പൂരനൊക്കെ അടിക്കുന്ന ഓർഡർ. അതുപോലെ തന്നെ LSGയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഓടിച്ചെന്ന് പിടിക്കാൻ, ചേസ് ചെയ്ത് ജയിക്കാനായിട്ട് മിടുക്കന്മാരാണല്ലേ. അവര് വളരെയധികം ആശയമില്ലരാണ്. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പേഴ്സണൽ ആണ്. കാരണം കളത്തിലിറങ്ങാൻ പോകുന്നത് നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ്. മലയാളികൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കളിയാണ് സഞ്ജു സാംസന്റെ, അല്ലേ ജഗദീഷ്? RRന്റെ സ്ക്വാഡിലേക്ക് ഒറ്റ നോട്ടം നോക്കിയിട്ടുണ്ടെങ്കിലോ, ത്രസിപ്പിക്കുന്ന 2 ഓപ്പണേഴ്സ്. ടാറ്റ IPL 2024 ഒരുപക്ഷെ എല്ലാവരും കാത്തിരുന്ന ഒരു സൂപ്പർ സൺഡേ ഇത് തന്നെയാണ്. കാരണം മലയാളികൾ ഏത് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന രാജസ്ഥാൻ റോയൽസിന്റെ കളി, മറുവശത്ത് GTയും MIയും നേർക്കുനേർ വന്നു കഴിയുമ്പോൾ ആരായിരിക്കും ജയിക്കുക? മുംബൈക്ക് ആ ഒരു ഓപ്പണിംഗ് ശാപം, അതിൽ നിന്ന് മോക്ഷം കിട്ടുമോ? പൊരുതിയില്ല എന്ന് പറയരുത്, അവസാന ശ്വാസം വരെ പൊരുതിയിട്ടാണ് KKRന് മുന്നിൽ അറച്ചു വീണത്. MIയുടെ കഥയും വ്യത്യസ്തമല്ല. 2012 തൊട്ട് ഇതുവരെ ഒരു ഓപ്പണിംഗ് മാച്ച് വിജയിക്കാനായിട്ട് അവർക്കും ആയിട്ടില്ല. ആ ശാപത്തിൽ നിന്നും ഒരു മോക്ഷം കിട്ടുമെന്ന് ആരാധകരും കളിക്കാരും വിചാരിച്ചിരുന്നു. ഇത്തവണയും കഥ പഴയ പോലെ തന്നെയാണ്. അതിനർത്ഥം തോറ്റിട്ടാണ് 2 ടീമുകളും ഇന്ന് ഹൈദരാബാദിലേക്ക് എത്തുന്നത്. കാണാൻ പോകുന്ന ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോദ്യം ഇതാണ്, ആരുടെ ആരാധകരായിരിക്കും ഇതിനുശേഷം സന്തോഷത്തോടെ ഇന്ന് ചിരിക്കാൻ പോകുന്നത്? ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്ന 2 ടീമുകൾ. വെൽക്കം ടു കൂൾ മാച്ച് സെന്റർ ലൈവ്. ഞാൻ രേണു, എനിക്കൊപ്പമുണ്ട് മുൻ ഇന്ത്യ A താരം VA ജഗദീഷ്, മുൻ IPL താരം റൈഫി ഗോമസ്. ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങാറല്ലേ? അത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് രേണു. പ്രത്യേകിച്ച് നേരത്തെ ആരായിരുന്നു, ഹിറ്റ്മാൻ ആയിരുന്നു ക്യാപ്റ്റൻ. അദ്ദേഹം ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ ഒന്ന് 1 ഗിയർ 2 ഗിയർ 3 ഗിയർ ഒക്കെ ഇട്ട് പതുക്കെ ഒരു ടൂർണമെന്റ് പകുതി ആകുമ്പോഴേക്കാണ് ഇവരൊന്ന് ചൂടായിട്ട് ഉപയോഗിക്കണം എന്നുള്ള വാശി ആദ്യത്തെ മാച്ചിന് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാച്ച് മിക്കവാറും അത് തിരിച്ചു വരാൻ തന്നെയായിരിക്കും നോക്കുന്നത്. ഹാർദിക് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ജഗദീഷിന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, അവിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നുള്ള സംസാരമാണ് സോഷ്യൽ മീഡിയ നിറയെ. ഇപ്പൊ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ സംശയങ്ങളുണ്ട്. പരാജയങ്ങൾക്ക് കനം കൂടുമെന്ന് തോന്നുന്നുണ്ടോ? കൂടുതൽ സ്ക്രൂട്ടിനി വരുമെന്ന്? സ്ക്രൂട്ടിനി എന്തായാലും വരും. ഇപ്പം മലിംഗി ആയിക്കോട്ടെ, കിരൺ പൊള്ളാടൊക്കെ ആയിക്കോട്ടെ, അവരൊക്കെ ഒന്ന് മാറിയിട്ട് പുതിയൊരു ടീമാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ക്യാപ്റ്റനായിട്ട് വരുമ്പോഴത്തേന് ഇനി സമയമെടുത്ത് വരുമോ ഇല്ലെന്നുള്ള നമ്മൾ നോക്കിയിരുന്ന് കാണാം. ഇനി മറുവശത്തെ കുറിച്ചും കൂടി സംസാരിക്കണമല്ലോ. SRH അവസാനത്തെ സമയം വരെ നമുക്കൊരു പ്രതീക്ഷ തന്നിരുന്നു, അതായത് ജയിക്കുമെന്ന്. അത് ജയിച്ചില്ലെങ്കിൽ കൂടിയും ഓപ്പണിംഗ് പേർ ടെൻഷൻ ഏകദേശം മാറിയ പോലെ ഇല്ലേ? ഉറപ്പായിട്ടും കഴിഞ്ഞ 2-3 സീസണിലായിട്ട് ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ആയിപ്പോയി. അതിൻ്റെ ഒപ്പം പിടിക്കുന്ന വെടിക്കെട്ടായിരുന്നു ഹെൻറി ക്ലാസിൻ്റെയും. വില കൂടിയ 2 താരങ്ങളുണ്ടായിരുന്നു 2 ടീമിൽ. പാറ്റ് കമ്മിൻസും നമ്മുടെ മിച്ചൽ സ്റ്റാർക്കും. 2 പേർക്കും വേണ്ടവണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാച്ച് ആ ഒരു വേണ്ടവണ്ണം കിട്ടാതെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ വിജയങ്ങൾ കിട്ടും SRHന്. വില കൂടിയ താരങ്ങളായിരുന്നു 2 വശത്തും ഉണ്ടായിരുന്നത്. എന്നാലും ആ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ 2 പേരും ഈക്വലാണ്. പക്ഷേ 2019 ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മേൽക്കോയ്മ എപ്പോഴും മുംബൈ ഇന്ത്യൻസിനാണ്. ഒരു ഏറ്റവും കൂടുതൽ വിജയവും. പക്ഷേ ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള നടന്ന എല്ലാ മാച്ചുകളും നോക്കുമ്പോൾ ഹോം ടീമിനാണ് വിജയം. അതിൻ്റെ ഒരു മുൻതൂക്കം ഒരു പക്ഷേ സൺറൈസേഴ്സിൽ നിന്നുണ്ടാവും. അതുപോലെ ആ സ്റ്റേഡിയത്തിനും അങ്ങനെ ഒരു മുൻതൂക്കത്തിൻ്റെ കഥ പറയാനായിട്ട് പറ്റത്തില്ല അല്ലേ? ഹോം ടീമിന് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ 2 ടീമിൻ്റെയും ആ ഒരു കാരണം ബോളിങ്ങിൽ ബുംറയും പ്രത്യേകിച്ച് സ്പിന്നേഴ്സും നമ്മുടെ ബാറ്റേഴ്സ് ക്ലാസ്സിന് ഒരു 1 മാൻ ഷോ ആർമിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ബാറ്റേഴ്സും ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ഇന്ന് ഈ ഒരു റേഷ്യോയ്ക്ക് ചേഞ്ച് വരുത്താനാവുള്ളൂ. മുംബൈയുടെ ബാറ്റിംഗ് യൂണിറ്റ്, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അവിടേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് കാണേണ്ടത്? താരങ്ങളെല്ലാവരും റെഡിയാണ്. പറഞ്ഞതുപോലെ മറ്റേ കിരൺ പൊള്ളാടൊക്കെ അടിച്ചു തുടങ്ങിയ 6കൾ ഇപ്പോഴും ആൾക്കാർ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സെറ്റ് ടീം, വേറെയും പേടിപ്പെടുത്തുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് മുംബൈ ഇന്ത്യൻസിനുണ്ട്. കഴിഞ്ഞ മാച്ച് കൈയിൽ നിന്ന കളി കളഞ്ഞതാണ്. കാരണം ഈസിയായിട്ട് ജയിക്കുമെന്ന് കരുതിയ കളി അവിടെ നിന്ന് വെറുതെ 2 വിക്കറ്റുകൾ നഷ്ടമായി പോയാണ്. അത് ഈ ഒരു മാച്ചിൽ തിരിച്ചു വരും. എന്തായാലും ഒരാളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കൂറ്റനടിക്കാരനായ ഒരാൾ അവിടെയുണ്ട്. അദ്ദേഹത്തെ കാണാനായിരിക്കാം ഒരുപക്ഷെ എല്ലാവരും കാത്തിരിക്കുന്നത്. ക്ലാസനിലേക്ക് ലോകോത്തര താരം ക്ലാസൻ ഹൈദരാബാദിനൊപ്പമുള്ളതിനാൽ ഈഡൻ ഗാർഡനെ ഇളക്കി മറിഞ്ഞ ക്ലാസൻ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ക്ലാസ് തന്നെയാണല്ലേ. ഒരുപക്ഷെ അവരെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ക്ലാസനിൽ എന്ന് പോലും തോന്നാറുണ്ട്.
ഉറപ്പായിട്ടും കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കോറിംഗ് മികവ് കണ്ടാണ് 448 റൺസാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. വേറെ ഒരു ബാറ്റർ പോലും 300-നടുത്ത് പോലും സ്കോർ എത്തിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ അവർ പ്ലേ ഓഫിലൊക്കെ എത്താൻ ഏറ്റവും ബോട്ടത്തിലാവാനുള്ള കാരണം അതാണ്. ഇവിടെ മാത്രം ഒരുപക്ഷെ വലിയ ഒരു നേതൃത്വം കൊടുക്കുമെന്നൊക്കെ തോന്നിയതാണ്. പക്ഷേ അദ്ദേഹത്തിന് റൺ കണ്ടെത്താനായില്ല. ക്ലാസൻ മാത്രമേ ഉള്ളായിരുന്നു ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട്. ബൗണ്ടറീസ് പോകും, നല്ലൊരു എലിവേഷനും കൂടെ നല്ല ത്രൂ ദ ലൈനി അടിക്കും. അതും സ്പിന്നേഴ്സിനെ ഇത്ര മികച്ച ഒരു 150 മുകളിലേക്ക് സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി കളിക്കാൻ പ്രത്യേകിച്ച് ഷോർട്ട് ബോൾസ് അദ്ദേഹം കളിക്കുന്ന രീതി. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ക്ലാസിന് ഇത്രയും ഫോമിൽ നിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യൻ ബാറ്റ് കഴിഞ്ഞാൽ മികച്ചതായിരിക്കും. ക്ലാസൻ മികച്ചത് തന്നെയാണ്, വിഷയമാണ്. പക്ഷേ പ്രതിരോധിക്കാനായിട്ട് ഇപ്പുറത്തൊരു വജ്രായുധമുണ്ട്, ബുംറ എത്തിയിരിക്കുന്നു ഈ ഒരു സീസണിൽ. കഴിഞ്ഞ മാച്ച് ഒരു ബാക്ക് പെയിനൊക്കെ ആയിട്ട് അദ്ദേഹം ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണം മുംബൈ ഇന്ത്യൻസിന് കാണാനുണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഇത്തവണ വരുന്നത് വെറും 14 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയിട്ടാണ് അദ്ദേഹം. മുംബൈയുടെ തലവേദന മാറി കിട്ടി ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറയാം. ബുംറ ഉണ്ടല്ലോ, എന്തായാലും ബുംറ ഉണ്ടെങ്കിൽ കഴിഞ്ഞ മാച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യസമയത്താണ് ക്യാപ്റ്റൻ ഒരു വിക്കറ്റ് വേണ്ടത്. ബുംറയെ പോലെ ഒരു ബുംറയും കൂടെ കിട്ടാൻ പാടാണ്. എന്താ ജഗദീഷ് പറയാൻ വന്നേ? പാടാണ്. 121 മത്സരങ്ങൾ, 148 വിക്കറ്റുകൾ. അത് എക്കോണമി 7.36 ആണ്. അദ്ദേഹം തുടക്കറിയും. ഇതൊക്കെ ശരിയാണെങ്കിലും മുംബൈക്ക് ഒരു വലിയ പ്രശ്നം നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ടു. ഷോർട്ട് ബോളുകളുടെ മുന്നിൽ കൂമ്പും കുത്തിയോടെ വീണേക്കുവാ അല്ലേ? ഈ സീസണിൽ കംപ്ലീറ്റ്ലി ഈ പറയുന്ന പോലെ ഷോർട്ട് ബോൾ ഒരു വലിയൊരു ഇതായിട്ട് വന്നിരിക്കുകയാണ്. കാരണം പ്രിപ്പയർഡാണ്, ബാറ്റേഴ്സും പ്രിപ്പയർഡാണ്. പക്ഷേ ഒരു പരിധി വരെ അധികം ആരും അത്ര നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടില്ല. നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരില്ല എന്ന് പറയരുത്. അവിടെ മുംബൈ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അയാൾ ഇന്ന് ഹൈദരാബാദിലേക്ക് വരികയാണ്. ഒരുപക്ഷെ എല്ലാം തുടക്കം കുറിച്ചത് ഹൈദരാബാദിൽ നിന്ന് തന്നെയാണ്. അവിടെ 4-ൽ കൂടുതൽ 50+ സ്കോറുകളുള്ള മുംബൈയുടെ സ്വന്തം ഹിറ്റ്മാൻ രോഹിത് ശർമ്മ മാറി. പ്രതിഭയാണ്, പ്രതിഭാസമാണ്, ആരാധകരുടെ പ്രതീക്ഷയാണ് രോഹിത് ശർമ്മ. അദ്ദേഹം 2013 ശേഷം ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ടും ആദ്യത്തെ കളിയിൽ 43 റൺസാണ് സ്വന്തമാക്കിയത്. ഒരു വല്ലാത്ത ഔട്ടായിപ്പോയി സായി കിഷോറിന്റെ ഒരു എൽബിഡബ്ല്യൂയിൽ അദ്ദേഹം അല്ലേ. കാര്യം അദ്ദേഹത്തിൻ്റെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ അദ്ദേഹത്തിൻ്റെ ഹോം ടീം ആയിരുന്നു. പ്രത്യേക രീതിയിൽ കൊണ്ടുവരുമോ നോക്കിയിരിക്കണം. കാരണം ഹാട്രിക്ക് നേരത്തെ എടുത്തിട്ടുള്ള ആളാണ്. ഒരുപക്ഷെ ഒരു ക്യാപ്റ്റൻ വിചാരിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ബോളിങ്ങിലും കൊണ്ടുവന്നേക്കാം. 4 വിക്കറ്റ് പ്രകടനം, ദൈവമേ അത് നോക്കുക. വിക്കറ്റ്, അത് ക്രൂഷ്യൽ വിക്കറ്റുകൾ. ഇപ്പോൾ രോഹിത് ശർമ്മയെ കാണും. ആ ഗ്രൗണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടതാണ്. 4 50s നേടിയിട്ടുണ്ട്. ഇതൊക്കെ അല്ലാതെ അദ്ദേഹം ഇന്ന് കഴിഞ്ഞ ദിവസമായിട്ട് ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴായിക്കോട്ടെ ഇഷ്ടമാണ് ആൾക്കാർക്ക്. അത് നമ്മൾ ആർക്ക് കൊടുക്കുന്നു, എപ്പോൾ കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി ഹൈദരാബാദിൽ നിന്ന് നമ്മൾ നാളെ ജയ്പൂരിലേക്ക് പോവും. അവിടെ നമ്മുടെ സഞ്ജുമ്മൽ ബോയ്സ് നിൽക്കുകയല്ലേ, തയ്യാറായി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇത്തവണ ആരാണ് ഇങ്ങോട്ട് വരുന്നത് എല്ലാത്തിനെയും അങ്ങ് ഒരു രക്ഷയില്ലാതെ കളിച്ച് തോപ്പിച്ച് വിടാനായിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു. അത്രയ്ക്കും ആ ടീമിൻ്റെ ഒരു യൂണിറ്റി. സമയത്ത് സഞ്ജുവിൻ്റെ ആ ഒരു ബ്രില്യൻ ക്യാപ്റ്റൻസി, ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതാണ് നമ്മൾക്ക് കേരളക്കരയ്ക്കും ആവശ്യം. സഞ്ജുവിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൈഫിക്ക് പറയാൻ കാണില്ല എന്തെങ്കിലും? ഉറപ്പായിട്ടും പിന്നല്ല. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഈ സീസണിൽ സഞ്ജു ആ ഒരു കമ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, പ്രിപ്പയർ ചെയ്തിരിക്കുന്ന രീതി, അതിനിപ്പോൾ ഏത് സീരീസ് ആണെങ്കിലും എപ്പോഴാണെങ്കിലും ആ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒരുപാട് ഫിറ്റ്നസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സഞ്ജു. നാളത്തെ കളിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ട്. പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും കര കയറാൻ ആഗ്രഹിക്കുന്ന പോരാളികൾ ഇറങ്ങുന്ന ഒരു ദിവസമാണ്. 2 കൂട്ടർക്കും ഇന്നത്തെ വിജയം അനിവാര്യമാണ്. കാരണം ഒരു വിജയം പോലും ആ പോയിന്റ്സ് ടേബിളിലേക്ക് കൊണ്ടുവരാൻ, പോയിന്റുകൾ കൊണ്ടുവരാൻ വരാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. ടാറ്റ IPL-ലെ വിജയങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു ചരിത്ര സംഭവമായിരുന്നു കഴിഞ്ഞ വർഷത്തെ GT വേഴ്സസ് CSK ഫൈനൽസ്. ഇന്ന് ഇതേ ടീമുകൾ വീണ്ടും കളത്തിലിറങ്ങുകയാണ് കൊമ്പ് കോർക്കാനായി ചെപ്പോക്കിൽ. ആദ്യ കളികൾ വിജയിച്ച ആത്മവിശ്വാസവുമായാണ് 2 ടീമുകളും ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുന്നത്. കാണാൻ പോകുന്നത് അടിയുടെ പൊടി പൂരമായിരിക്കും. എന്തിനാണത് പറഞ്ഞറിയിക്കുന്നത്? നിന്നും വിജയം കൈവരിക്കുന്ന 2 ടീമുകൾ, ആര് വാഴും ആര് വീഴും. അതിരില്ലാത്ത പ്രതീക്ഷകളും അണമുറിയാത്ത പ്രാർത്ഥനകളുമായി 10,000-കണക്കിന് ആരാധകർ സ്റ്റേഡിയത്തിലും ജിയോ സിനിമയിലും. വെൽക്കം ടു കൂൾ മാച്ച് സെന്റർ ലൈവ്. ഞാൻ രേണു. എനിക്കൊപ്പമുണ്ട് മുൻ ഇന്ത്യ എ താരം VA ജഗദീഷ്, മുൻ IPL താരം റൈഫി ഗോമസ്. റൈഫി, കഴിഞ്ഞ വർഷത്തെ IPL ഫൈനൽ നമ്മൾ എല്ലാവരും ഓർക്കുന്നുണ്ട്. മഴ കാരണം മാറ്റിവെക്കുന്നു, അതിനുശേഷം ശ്വാസം അടക്കി അവസാനം വരെ ഇരുന്നു അല്ലേ?
എന്ത് ഫൈനലായിരുന്നല്ലേ അത്? കാരണം നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ഈ വർഷവും അതുപോലത്തെ ഒരു ഫൈനൽ കാണാൻ പറ്റിയ ബ്രേക്ക് ആവുന്നു. ആ GT ഇത്ര വലിയൊരു സ്കോർ 214 സ്കോർ അടിച്ചെങ്കിൽ ചിലപ്പോൾ GT ഫാൻസ് വിചാരിച്ചാണോ ഈസി ആയിട്ട് കളി ജയിക്കാം. പക്ഷേ അതിങ്ങനെ നീണ്ട് ഓരോ ഇടവേള കഴിഞ്ഞ് പോകുന്നു. ഒരു സീസോ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചിൻ്റെ ബാലൻസ് മാറുന്നു. അവസാനത്തെ ഓവറിൽ പോലും ഓക്കെ GT ജയിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു ജഡേജയുടെ ആ ഒരു ഷോട്ട്. ജഗദീഷ്, അദ്ദേഹം കഴിഞ്ഞ തവണ നമ്മുടെ കൂടെ ഇരുന്നല്ല കളി കണ്ടത്, പക്ഷെ നമ്മളൊരു ടീമായിട്ടിരുന്നായിരുന്നു ആ ഒരു ഫൈനൽസിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. പക്ഷേ ജിയോ സിമേല ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്നു, കളി നടക്കുമോ ഇല്ലയോ, ഷെയർ ചെയ്യുമോ, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുടെ ഇടയിൽ GT വലിയൊരു സ്കോർ അടിക്കുന്നു. 200 മുകളിലേക്ക് ആ ഒരു സ്കോർ അടിക്കുന്നു. സായി സുദർശൻ, ഋദ്ധിമാൻ സാഗ ഉൾപ്പെടെയുള്ള സ്കോർ. പക്ഷേ തിരിച്ച് ആ ഒരു DLS മെത്തേഡ് 15 ഓവറായിട്ട് ചുരുക്കുന്നു. അവിടെ അവസാനം ശിവൻ ദുബെയും രവീന്ദ്ര ജഡേജയേറിയ 4 ചെന്നൈ സൂപ്പർ കിങ്സ് ഒരുപക്ഷെ ധോണിക്ക് വേണ്ടി കിരീടം ചൂടി എന്ന് പറയേണ്ടി വരും. ടാറ്റ IPL എനിക്ക് തോന്നുന്നു അന്നൊരു ചരിത്രം കൂടി പിറക്കുകയായിരുന്നു, ഒരു പുതിയ റൈവൽറി അല്ലേ? അതാണ് വേണ്ടത്. കാരണം ഇതുപോലത്തെ ടൂർണമെൻറ്റിൽ നമുക്ക് മുമ്പറിയാം മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഇപ്പം ഈ 2 ടീമിനെ നയിക്കുന്നത് അത് കാണാൻ ഒരു പ്രത്യേക രസമായിരിക്കുമെന്ന്. കണക്ക് കൂട്ടലുകളൊക്കെ ഒരു പക്ഷേ തെറ്റിയേക്കാം. കാരണം 2 വശത്തിൽ നിൽക്കുന്നത് പുതിയ ക്യാപ്റ്റന്മാരാണ്. ഗെയ്ക്വാദ് ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഗില്ലാണ്. പുതുയുഗ പിറവി, പുതിയ ക്യാപ്റ്റന്മാർ. നായകന്റെ തണലിൽ നിന്ന് അനായാസമായിട്ട് ഋതുരാജ് ഗെയ്ക്വാദിന് അത് സാധിച്ചിട്ടുണ്ടെന്നാണ് കാണാൻ പറ്റുക. സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഉറപ്പായിട്ടും കഴിഞ്ഞ മാച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയുടെ മികവ്. ആദ്യ വിക്കറ്റ് നേടുന്നത് ഡുപ്ലസിയുടെ വിക്കറ്റ് നേടുന്നത് കറക്റ്റ് ആ ഒരു പോയിന്റ് ഫീൽഡിനെ കുറച്ച് സീപ്പർ കവറായിട്ട് നിർത്തുന്നു. കറക്റ്റ് മുന്നോട്ടും അത്തരത്തിലുള്ള മാച്ചുകൾ കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ലീഗ് റൗണ്ടിലെ ആ ഒരു തോൽവി ഇത് ജയത്തോടെ തുടങ്ങാൻ സാധിക്കുമെന്ന് കാണാം. ഋതുരാജിന് ഓടിച്ചെല്ലാനായിട്ട് അവിടെ ധോണിയുണ്ട്. പക്ഷേ ഗില്ലിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ വരെ നായകനെന്ന് കണ്ട ആൾക്കെതിരെ പട പൊരുതേണ്ടി വന്നു ആദ്യം തന്നെ അല്ലേ? ഉറപ്പായിട്ട് ആ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാം. ആരായിരുന്നു ചോദിച്ച ഒറ്റ വാക്കിൽ ഉത്തരം എനിക്ക് ഗില്ല് പറയേണ്ടി വരും. കാരണം ആ ഒരു ചേസ് ജയിക്കുമ്പോൾ പ്രത്യേകം ഒരു കഴിവ് വേണം ക്യാപ്റ്റൻസി. പക്ഷേ തിരിച്ചായിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി നമ്മൾ പറയുമ്പം ആ ഒരു ഡെത്ത് ഓവേഴ്സിൽ ബൗളേഴ്സിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നു. അതിപ്പോൾ സ്പെൻസർ ജോൺസൺ ആയിക്കോട്ടെ, നമ്മുടെ ഉമേഷ് യാദവ് ആയിക്കോട്ടെ, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ ആ ഡെത്ത് ഓവേഴ്സിൽ, അത് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്ത് ഒരു സമ്മർദ്ദമില്ലാതെ നമ്മൾ കണ്ടു. അതിന് ചുക്കാൻ പിടിച്ചത് പുറത്ത് നിന്ന് അപ്പം നിർദ്ദേശം കൊടുക്കുന്ന ആശിഷ് നെഹ്റയും. ഇനി ധൈര്യത്തിന്റെ സമയത്തല്ല, നമ്മൾ ഭാഗ്യത്തിന്റെ സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജീതോ ധൻ ധനാധൻ ബൈ മൈ 11. ഇവിടെ കളിച്ച് വളർന്ന 4 പേരാണ് ഗുജറാത്തിന്റെ സൈഡിൽ നിൽക്കുന്നത്. ഗുജറാത്തിന് അതൊരു വലിയ ഒരു എന്താ പറയുക, ഒരു നല്ല ടീമിലുണ്ട്. സായി സുദർശനുണ്ട്, സായി കിഷോർ ഉണ്ട്, വിജയ് ശങ്കർ ഉണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ CSKയുടെ നമുക്ക് റെക്കോർഡ് അറിയാം, 70+. CSKയുടെ ഗ്രൗണ്ടിൽ ഒരു ചലഞ്ച് കൊടുക്കാൻ പറ്റുന്ന ടീം GT തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഒരു ചലഞ്ച് കൊടുക്കാൻ പറ്റും. അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കളിയിലെ മിന്നും പ്രകടനം കാഴ്ചവെച്ച ലോക്കൽ ബോയിയെ കുറിച്ചാണ്. ചെന്നൈയുടെ പയ്യനാണ്, പക്ഷേ ഗുജറാത്തിന്റെ സ്വന്തമാണ് സായി സുദർശൻ. ബോളുമായിട്ട് ആര് വേണമെങ്കിലും എൻ്റെ മുന്നിൽ വന്ന് നിന്നോട്ടെ, അതൊന്നും എന്നെ ബാധിക്കത്തില്ല. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അടിച്ച് പറപ്പിക്കുമായിരുന്നു കഴിഞ്ഞ കളിയിൽ. പ്ലെയർ ഓഫ് ദ മാച്ചായ ടീമിനെ ജയിപ്പിക്കുന്നത് എന്തായാലും സ്വപ്ന തുല്യമായ ഒരു അവസരമാണ് കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ക്രിക്കറ്റേഴ്സിന് ആലോചിച്ച് നോക്കൂ, ഏതൊരു ഗ്രൗണ്ട് ആയിക്കോട്ടെ, കുട്ടിക്കുന്നു അല്ലെങ്കിൽ ബോൾ പറക്കി കൊടുക്കുന്നു, ആ ഒരു സ്ഥലത്തേക്ക് മെയിൻ പ്ലെയറായിട്ട് വന്നിറങ്ങി കളിക്കുക. തൻ്റെ മൂലകളും അറിയാം, വിക്കറ്റിൻ്റെ സ്വഭാവം അറിയാം, കൂടെ ഹെൽപ്പ് ചെയ്യാൻ സക താരങ്ങളും എത്തുമ്പോൾ സായി സുദർശൻ ഇന്ന് തകർക്കും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. തന്ത്രങ്ങൾ മെനയാനായിട്ട് ചെന്നൈ ഒട്ടും മോശമല്ല. ഇതുപോലുള്ള അടിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ മുസ്തഫിസുറിനെ ഇറക്കിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? ആദ്യത്തെ ആ 4 വിക്കറ്റ്, പ്രത്യേകിച്ച് ഫാഫ് ഡു പ്ലേസി, വിരാട് കോഹ്ലിയുടെയും കാമറോൺ ഗ്രീൻ്റെ ഒക്കെ വിക്കറ്റാണ് ആ ഗെയിം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിച്ചത്. എനിക്ക് MS ധോണിയും ഋതുരാജ് ഗെയ്ക്വാഡിനെ പോലുള്ള പ്ലേയേഴ്സും ക്യാപ്റ്റനും ഒക്കെ ഉള്ളപ്പോൾ വളരെ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അദ്ദേഹം ഒരു മാച്ച് വിന്നർ ആണെന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ മുസ്തഫിസുറിന്റെ വേരിയേഷൻസ് സായി സുദർശനൊക്കെ ഒരു പ്രശ്നമായിട്ട് വരത്തില്ലേ? പക്ഷേ സായി സുദർശൻ നോക്കുക, അദ്ദേഹത്തിൻ്റെ സ്കോറിംഗ് ഷോ ഇഷ്ടമുള്ള താരമാണ്. പേഷ്യൻസും ഉണ്ട്. അതാണ് ഒരു പക്ഷേ T20ക്ക് ആവശ്യം. 2 വിക്കറ്റ്സ് പോയി കഴിഞ്ഞാൽ കളി കൊണ്ടുപോയി ഒരു 15 ഓവർ കഴിയുമ്പോഴത്തേന് അടിക്കാനുള്ള ആ ഒരു മുമ്പോട്ടും നല്ല നല്ല മാച്ചുകൾ കാണാം. എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളെ കണ്ടുപിടിച്ചോണ്ട് വരും. ഇനി കാണാൻ പോകുന്ന പൂരം ഒരു പക്ഷേ ഒരു മത്സരം എന്ന് പറയുന്നത് പവർ പ്ലേയിൽ വരുന്ന ഗില്ലും ചഹറും തമ്മിലുള്ള ഒരു മത്സരമായി കൂടെ. അത് നല്ലൊരു കോൺടെസ്റ്റ് ആയിരിക്കും. കാരണം ഞാനും നല്ല ഹിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ബാറ്റ് ആൻഡ് പാഡ് ഗ്യാപ്പിനുള്ള ആ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ചഹർ സ്വിങ് ചെയ്യാൻ അല്ലെങ്കിൽ ന്യൂ ബോൾ തുടരും. കാരണം മിഡിൽ ഓവേഴ്സിലേക്ക് വന്നു കഴിയുമ്പോൾ റാഷിദ് ഖാനും ദുബൈയും അവിടെ നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഫൈനൽസ്
ഇപ്പോഴും റാഷിദ് ഖാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിപ്പെടുത്തുന്ന ഒരു ബോളറാണ്. പക്ഷേ റാഷിദ് ഖാൻ അത്തരത്തിൽ പേടിപ്പെടുത്തിയിട്ടില്ല. കാരണം അതിന് തക്ക എതിരാളികൾ CSK റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ധോനി എപ്പോഴും കറക്റ്റ് സമയത്ത് ഒരാളെ ഇറക്കി വിടുന്നത്. എനിക്കൊന്ന് ശിവൻ ദുബെയാണ് ഏറ്റവും കൂടുതൽ സമയം അത് വരുമ്പോഴാണ് അദ്ദേഹം ഹിറ്റ് ചെയ്യുന്നത്. ത്രൂ ദ ലൈൻ നല്ല എലിവേഷനിലൂടെ അടിക്കാൻ നോക്കുമ്പോൾ റാഷിദ് ഖാൻ അല്ല, ഏത് മികച്ച ബോളർ വന്നാലും ശിവൻ ദുബെ തകർക്കും. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോൾ GTയുടെ ബോളേഴ്സിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ ഷോർട്ട് ബോൾസ് കഴിഞ്ഞ തവണ MI തകർന്ന് അടിഞ്ഞു പോയത് അവിടെയാണ്. വളരെ നന്നായിട്ടാണ് GT ഷോർട്ട് ബോൾസ് പ്ലാൻ ചെയ്ത് ലോ ബൗൺസേഴ്സ് എറിയുന്നുണ്ട്, കുറച്ച് ഫാസ്റ്റായിട്ട് എറിയുന്നുണ്ട്. കൃത്യമായിട്ട് ചില സമയത്ത് ബാറ്റേഴ്സിൻ്റെ ഈ റൈറ്റ് ഷോൾഡറിൻ്റെ അവിടെയായിട്ടാണ് അവർ കൃത്യമായിട്ട് പതറത്തില്ല. ഇല്ല, കാരണം അവർ രണ്ട് പേരും നല്ല തുടക്കമാണ് CSK കൊടുത്തത്. ഈ സീസൺ പൊതുവേ എല്ലാ ബോറി 2 ബൗൺസ് എറിയാൻ സാധിക്കും ഈ ഒരു സമയത്ത്. അതുകൊണ്ട് ഷുവറായിട്ട് എറിയും. അതിലെ സ്ലോവർ ബൗൺസിലോട്ടും ക്ലോസ് ആയിട്ടും വെച്ച് ബോഡിക്ക് ക്ലോസ് ആയിട്ട് എറിയുമ്പോൾ പലർക്കും അതിനെ കവറപ്പ് ചെയ്യാൻ പാടാണ്. സിക്സുകൾ അടിക്കാൻ പാടാണ്. പക്ഷേ T20 ആണ്, സിക്സുകൾ അടിച്ചേ മതിയാവും. സിക്സുകൾ അടിച്ചേ മതിയാവൂ, ഫോറുകൾ അടിച്ചേ മതിയാവൂ. ഇതൊക്കെയാണെങ്കിലും ആ സ്റ്റേഡിയവും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകരും കാത്തിരിക്കുന്നത് ഒരൊറ്റ കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഇന്ന് അവിടേക്ക് വീണ്ടും വരികയാണ്. അവരുടെ ദത്തുപുത്രൻ, ദൈവത്തിൻ്റെ പരിവേഷമുള്ള തല ധോനി അവരുടെ ആരാധകരിലേക്ക്. പ്രാർത്ഥനയാണ്, പ്രതീക്ഷയാണ്, ഭ്രാന്തമായ ആരാധനയാണ് ധോനി, അല്ലേ? ധോണിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് സൂപ്പർ സ്റ്റാർ രജനിയുടെ പടയപ്പള്ളിയിട വേണ്ടാം, തങ്കമകുടവും തര വേണ്ടാം, തമിഴ് തായ്നാട് തന്ത അൻപ് പോതുമേ. എന്താ അല്ലേ ജഗു, ആ ഒരു സ്നേഹം തമിഴ്നാട് CSK ഫാൻസ് കൊടുക്കുന്നു. പിന്നെ CSK മാത്രമാകുമ്പം 2004 ധോനിക്കെതിരെ കളിച്ച ഒരു ഫീലാണ് ഇപ്പോഴും നോക്കുന്നത്. തൊട്ടടുത്ത് നിന്ന് ഫീൽ ചെയ്യാനൊക്കെ നിന്നു, പക്ഷേ അദ്ദേഹം അടിച്ചിടുന്നതെല്ലാം എവിടേക്കോ ആണ്. ആ ഒരു റേഞ്ച് ഇപ്പോഴും ക്യാരക്ടറായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ കളിയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു വീണ്ടും ഒരു കപ്പിലേക്ക്. എതിരെ കളിക്കലൊക്കെ ഉണ്ടായിട്ടില്ലേ? ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്, ഒരിക്കൽ ബോൾ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഭാഗ്യത്തിനൊരു യോർക്കർ ശ്രമിച്ചാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓർമ്മ ധോണിക്കെതിരെ ബോൾ ചെയ്തത്. ഇവിടം കൊണ്ട് തീർന്നിരിക്കുന്നു. അതായത് കണ്ണു പോകേണ്ടടുത്ത് പുരികം മാത്രം ഒന്ന് പോരി തീർന്നു. ജഗുബായോ? യെസ്, വീണ്ടും കളിച്ചു. കാരണം ഇപ്പം ഡെബ്യൂ കഴിഞ്ഞു, പിന്നീട് 3 വർഷം കഴിഞ്ഞ് വിജയ് കാണാനോ അല്ലെങ്കിൽ അദ്ദേഹം കാലെടുത്ത് ഗ്രൗണ്ടിലേക്ക് വെക്കുമ്പോഴത്തേനുള്ള ഒരു ആവേശം കേൾക്കാനോ, അത് തന്നെയാണ് ഇപ്പോഴും എല്ലാ ജനങ്ങളും കാത്തിരിക്കുന്നത്. അത് കുറച്ച് വർഷങ്ങളോളം പോകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പം സ്റ്റമ്പിന് പുറകിൽ നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കളിയിലെ പ്രകടനം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും റൈഫി? ഇത്തവണ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മൾ കാണാം. പ്രത്യേകിച്ച് വിരാട് ഔട്ടാവുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പ് കൃത്യമായിട്ട് ആ ഫീൽഡിനെ ചേഞ്ച് ചെയ്തിരുന്നു. ധോണി എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അവിടെ അത്ഭുതം തീർക്കാനായിട്ട് ധോനി മാത്രമല്ല എല്ലാവരും തയ്യാറാണ്. 2 കോട്ടയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള ആളുകളെല്ലാം ഉണ്ട്. എന്നാലും ഇന്ന് ചെപ്പോക്കിൻ്റെ ചെന്നൈയുടെ കോട്ടയുടെ ചുമതല ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ കയ്യിലാണ്.